കൊച്ചിയിലെ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിലെ ജീവനക്കാരന്റെ ആത്മഹത്യയെ തുടർന്ന് പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. ട്രാക്കോ കേബിളിൽ ശമ്പളം മുടങ്ങിയിട്ട് 15 മാസമായെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ജീവനക്കാരനായ പി ഉണ്ണിയാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ദുഃഖകരമാണെന്നും അതിന്റെ കാരണത്തെക്കുറിച്ച് അറിയില്ലെന്നുമാണ് വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് കമ്പനിയിലെ CITU യൂണിയൻ ഭാരവാഹിയായ ഉണ്ണിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മകളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതായും ഉണ്ണിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായും സഹപ്രവർത്തകർ പറയുന്നു. സാമ്പത്തികമായിട്ട് ഉണ്ണി വളരെ 15 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിൻ്റെ. ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ യൂണിയൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ എല്ലാ യൂണിയനും ആവശ്യപ്പെട്ടാണ് MD വാക്ക് വലിക്കാത്തതിൻ്റെ ഉണ്ണിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അതിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഉത്തരവാദി MD MD അറസ്റ്റ് ചെയ്യണം. മാനേജ്മെന്റിന്റെ അലംഭാവമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ MD പോയി കണ്ടിരുന്നു. MD കണ്ടപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞതാണ്, കമ്പനിയിലെ തൊഴിലാളികൾ ആത്മഹത്യ വക്കീലാണ്, ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് അദ്ദേഹത്തിന് ഇത് കൊടുത്ത സൂചന കൊടുത്താണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ യൂണിയന്റെ ഇതിൽ പോയി കണ്ടിരുന്നു MD. അന്ന് ഞാൻ ഈ MD എന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്ന് ഉള്ള രീതിയിൽ ഈ MD എന്നോട് സംസാരിച്ചാണ്. അത് നടക്കുകയുണ്ടായി. ഇപ്പോൾ മരണകാരണം അറിയില്ലെന്നും 245 കോടി രൂപയുടെ നഷ്ടമുള്ള ട്രാക്കോ കേബിളിനായി സർക്കാർ പല ആലോചനകളും നടത്തിയിരുന്നതായി മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇൻഫോ പാർക്കിനായുള്ള സ്ഥലം കൈമാറ്റ പദ്ധതിക്കെതിരെ ജീവനക്കാർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അത് എന്തായാലും ദുഃഖകരമായ ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് ഇപ്പൊ നമുക്ക് ആർക്കും ഇപ്പൊ പറയാൻ കഴിയില്ല. അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ പോയാലും നമുക്ക് അറിയാൻ കഴിയില്ല എൻ്റെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത്. ട്രാക്കോ കേബിള് ഗൗരവമായ പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനമാണ്. ഗവൺമെന്റിനും അത് നല്ല ധാരണയുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പൊ PF അടച്ചിട്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ വേറെ നമ്മൾ നോക്കേണ്ടതാണ്. ഉണ്ണിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങുകയാണ് ജീവനക്കാർ. News 18 കൊച്ചി.